നമുക്കിനി ഉടമ്പടിയുടെ ബന്ധത്തെക്കുറിച്ച്, പഴയ നിയമത്തിലെ എങ്ങനെയാണ് അതിൻ്റെ പ്രോഗ്രസ് നടത്തുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കടന്നു വരിക എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ഒന്നാമതായി നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു പദമാണ് കവനന്റ് അല്ലെങ്കിൽ ഉടമ്പടി. എന്താ ഉടമ്പടി എന്ന് പറയുക? നമുക്കറിയാം പല ഉടമ്പടികളുണ്ട് അല്ലേ? ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഒക്കെ ഉടമ്പടി എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രോമിസ് ചെയ്യുന്നുണ്ട്. പിന്നെ സഭാവസ്ത്രം സ്വീകരിച്ചതിന് ശേഷം 1 വർഷത്തേക്കിന്, അതിനുശേഷം നിത്യവ്രതമായിട്ട് അല്ലെ, നിത്യവ്രത വാഗ്ദാനം ഒക്കെ വ്രതങ്ങൾ നടത്തുന്നുണ്ട്, പ്രോമിസ് നടത്തുന്നുണ്ട്, ഉടമ്പടി നടത്തുന്നുണ്ട് അല്ലേ? ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നമുക്ക് കേൾക്കാറുണ്ടല്ലോ അല്ലേ? മാതാവുമായിട്ട് കൃപാസനത്തിൽ പോയി ഉടമ്പടി നടത്തിയെന്നും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാം. ഇതെല്ലാം ഉടമ്പടിയുടെ ഭാഗമാണ്. ഒത്തിരി വാക്ക് കേട്ടിട്ടുണ്ട് ഉടമ്പടി. അതുപോലെ തന്നെ നമുക്ക് അറിയാം, ഉടമ്പടിയെ കുറിച്ച് കേൾക്കുമ്പോഴത്തേക്കിനും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും കരാറുകൾ നമുക്ക് ഉടമ്പടിയുടെ ഭാഗമാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പഴയ നിയമത്തിലെ ഒരു ഉടമ്പടി, ഈ സെക്കുലർ വേൾഡിൽ നിന്നുള്ള വ്യത്യസ്തമായി പഴയ നിയമത്തിലെ ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു ഉടമ്പടിയുടെ ബന്ധത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഉടമ്പടിയുടെ ബന്ധം എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് എല്ലാവരുടെയും മനസ്സിൽ സൂക്ഷിക്കുക. എഴുതാൻ പറ്റുന്നവരൊക്കെ എഴുതുക, അല്ലാത്തവർ അവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഉടമ്പടിയുടെ ബന്ധം, ഞാൻ നിന്റെ ദൈവവും നീ എൻ്റെ ജനവുമായിരിക്കും. ഇതാണ് ഉടമ്പടിയുടെ ബന്ധം. ഇതേത് പാതിരാത്രിക്ക് ചോദിച്ചാലും വിളിച്ചു പറയേണ്ട സംഗതിയാണ്. എന്താണ് ഉടമ്പടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിന്റെ ദൈവവും നീ എൻ്റെ ജനവുമായിരിക്കും എന്നുള്ള ആ ഒരു വലിയ ബോധ്യമാണ് ഉടമ്പടി എന്ന് പറയുക. ഇത് പലതവണ നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ പ്രത്യക്ഷപ്പെടുന്ന ഒരു വാക്കാണ്. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം അല്ലെ, എന്നൊക്കെ നമ്മൾ പാട്ട് പാടുന്നുണ്ട്. ഇഷ്ടംപോലെ നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. ഉടമ്പടി ബന്ധത്തെ കുറിച്ചൊക്കെ നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രത്യക്ഷപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, വീണ്ടും വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ മനസ്സിൽ അത് കുറിച്ചിടണം. ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ പിതാവായിട്ട് അംഗീകരിക്കുക. നമ്മൾ ദൈവത്തിന്റെ പുത്രരാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് പ്രധാനമായ ഉടമ്പടി. ദൈവത്തെ നമ്മൾ പിതാവായിട്ട് അംഗീകരിക്കുകയും നമ്മൾ ദൈവത്തിന്റെ പുത്രരാണെന്നുള്ള ആ മനോഭാവത്തോടു കൂടി നിൽക്കുകയും ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ജീവിതാവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരുന്നു. അതാണ് ഉടമ്പടി. ഇനി നമുക്ക് പഴയ നിയമത്തിലെ ധാരാളം ഉടമ്പടികൾ കാണാൻ പറ്റും. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉടമ്പടി നമുക്ക് കാണാൻ പറ്റുന്നത്, ആദ്യത്തെ ഉടമ്പടി, പഴയ നിയമത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ ഉടമ്പടി എന്നുള്ള വാക്ക്, കവനന്റ് എന്നുള്ള വാക്ക്, അതിനെ ഹെബ്രായ ഭാഷയിൽ ബെറീത്ത് എന്നാണ് പറയുക. ബെറീത്ത്. നിങ്ങള് ഒന്ന് പറഞ്ഞു നോക്കിക്കേ, ബെറീത്ത് എന്നൊക്കെ പറയാൻ പറ്റുമോ നോക്ക് കേട്ടോ. ബെറീത്ത് കേട്ടോ, ബെറീത്ത് എന്നാണ് അതിന് പറയുന്നത്. അതിന്റെ അർത്ഥം ഉടമ്പടി എന്നാണ്. അത് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 9-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 9-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 9-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം എന്താ പറയുന്നത്? നോഹയുമായിട്ട് ദൈവമായ കർത്താവ് ഒരു ഉടമ്പടി സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ജലപ്രളയത്തിന് ശേഷം ജലപ്രളയം അതിന്റെ പൂർവ്വസ്ഥിതിയിലെത്തി അല്ലെ. നമുക്ക് കഴിഞ്ഞ ദിവസം ഇന്നലെയൊക്കെ നമ്മള് പ്രളയത്തിന്റെ മൂഡിലായിരുന്നു. ആ സ്ഥിതിയിലെത്തി. ആ ജലപ്രളയം താഴ്ന്ന് വന്ന് നോഹയുടെ പെട്ടകം പർവ്വതത്തിൽ ഉറച്ച്, ആ പെട്ടകത്തിൽ നിന്ന് നോഹയും മക്കളും ആ പെട്ടകത്തിൽ സൂക്ഷിച്ചിരുന്ന മൃഗങ്ങളും ഒക്കെ താഴേക്ക് ഇറങ്ങി വന്ന് ദൈവത്തിന് ബലിയർപ്പിച്ചപ്പോൾ ദൈവമായ കർത്താവ് ഉടമ്പടിയുടെ ബന്ധത്തിലൂടെ നോഹയോട് പറയുകയാണ്. 8-ാമത്തെ വാക്യം, നോഹയോടും പുത്രന്മാരോടും ദൈവം വീണ്ടും അരുളി ചെയ്തു, നിങ്ങളോടും നിങ്ങളുടെ സന്തതികളോടും
ഞാനിതാ ഉടമ്പടി ചെയ്യുന്നു. ആദ്യത്തെ വാക്യമാണത്. 9:9 ഉടമ്പടിയെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റുന്ന ആദ്യത്തെ ഭാഗം. ഇനി ഇതിനൊരു പ്രിപ്പറേഷൻ ഉണ്ട്. ചുമ്മാ ഓടി വന്നിട്ട് എടാ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഉടമ്പടി ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് പോകുന്നതല്ല. ഇതിനൊരു പ്രിപ്പറേഷൻ ഉണ്ട്. ആ പ്രിപ്പറേഷനാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് കുറ്റ്യാനിക്കച്ചൻ പറഞ്ഞു തന്നായിരിക്കും. ഉൽപ്പത്തി പുസ്തകത്തിലെ ക്രിയേഷൻ സ്റ്റോറി മുതൽ ഈ പ്രിപ്പറേഷൻ ആരംഭിക്കുക. ഉടമ്പടിയിലേക്കുള്ള ഒരു ഒരുക്കം. നമുക്ക് എല്ലാത്തിനും ഒരു ഒരുക്ക ശുശ്രൂഷയുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് ഒരു ഒരുക്ക ശുശ്രൂഷയുണ്ട്. സന്യാസ ജീവിതത്തിലേക്ക് പോസ്റ്റുലൻസി, നോവിഷ്യേറ്റ് തുടങ്ങിയ ഒരുക്ക ശുശ്രൂഷയുണ്ട്. വൈദിക പരിശീലനത്തിൽ മൈനസ് സെമിനാരി, മേജർ സെമിനാരി, റീജൻസി തുടങ്ങിയ ഒരുക്കമുണ്ട്. ഇതിനും ഒരു ഒരുക്ക ശുശ്രൂഷയുണ്ട് ഉടമ്പടിയുടെ ബന്ധത്തിലേക്ക്. ആ ഒരുക്ക ശുശ്രൂഷയാണ് ഉൽപ്പത്തി പുസ്തകത്തിന് 1 മുതലുള്ള അധ്യായങ്ങളിൽ കാണുക. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, എങ്കിലും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വശത്തിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്രകാരമാണ് ഒരുങ്ങുന്നത്. ദൈവമായ കർത്താവ് ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. എന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ചത്? എങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചു? എന്തിനു മനുഷ്യനെ സൃഷ്ടിച്ചു? കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കേട്ട് കാണും. മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു. അല്ലെ? ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഛായയിലും സാദൃശ്യത്തിലുമാണ്. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പഠിച്ചു കാണും. ആ സാദൃശ്യത്തിലേക്കുള്ള വളർച്ചയാണ്, ദൈവിക സാദൃശ്യത്തിലേക്കുള്ള വളർച്ചയാണ് ഒരു മനുഷ്യന്റെ വളർച്ച. അവനോടൊപ്പം തന്നെ സൃഷ്ടവസ്തുക്കളെ ഒക്കെ സൃഷ്ടിച്ചതിന് ശേഷം ബാക്കിയുള്ള എല്ലാ സൂര്യനെയും ചന്ദ്രനെയും സസ്യലതാദികളെയും പക്ഷിമൃഗാദികളെയും ഒക്കെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവമായ കർത്താവിന്റെ സമീപത്തിലേക്ക് ഈ ജനത്തെ, ഈ പ്രപഞ്ചത്തെ മുഴുവനെയും, അവൻ ഉൾപ്പെടുന്ന എല്ലാ ലോകത്തെയും മനുഷ്യൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെയാണ് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം കടന്നു വരിക. ആ സമൂഹത്തോടാണ് ദൈവം ഉടമ്പടി ചെയ്യുക. നോക്കിക്കേ, എത്ര മനോഹരമായിട്ട്. ആരോടാ കർത്താവ്? ചുമ്മാ വഴി കൂടെ പോകുന്നവരോടൊന്നും ഉടമ്പടി ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ആരോടെങ്കിലും വഴി കൂടെ പോകുന്ന ഒരാൾക്ക് നമ്മുടെ വസ്തു എഴുതി കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ ഭിക്ഷ അയച്ചുകൊണ്ട് ഒരാൾ വരിക, ചേട്ടാ എനിക്ക് അമ്മ എനിക്ക് എന്തെങ്കിലും തരണം എന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ വരികയാണെങ്കിൽ അവന്റെ ഊരും നാടും ഒന്നും അറിയാൻ മേലെങ്കിലേ അല്ലാതെ അവന്റെ പേരില് മഠത്തിന്റെ ആധാരം മുഴുവൻ എഴുതി വെക്കുക? എഴുതി വെക്കത്തില്ല. അതുപോലെയാ ദൈവം ദൈവത്തെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവിക സ്നേഹത്തിലേക്ക്, ദൈവിക സഹവാസത്തിലേക്ക് എത്തിച്ചേർന്നവന് മാത്രമേ ഉടമ്പടിയുടെ ബന്ധത്തിലേക്ക് വരാൻ പറ്റുകയുള്ളൂ. അതാണ് ഏദൻ തോട്ടത്തിന്റെ അവസ്ഥ എന്ന് പറയുക. ഏദൻ തോട്ടം എന്ന് പറയുന്നത് സന്തോഷവും സൗഭാഗ്യവും അതുപോലെ തന്നെ മഹത്വവും നിറഞ്ഞ അവിടെയാണ് ദൈവം ആ വ്യക്തികളോടാണ് കർത്താവ് നന്നായിട്ട് അറിയുന്ന, കർത്താവ് മനസ്സിലാക്കുന്ന, കർത്താവ് സ്വന്തം പോലെ സ്നേഹിക്കുന്ന ഒരു ജനത്തോടാണ് ദൈവം ഉടമ്പടി ചെയ്യുക. നോക്കിക്കുക, അതാണ് അതിൻ്റെ അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. സ്വന്തം പോലെ സ്നേഹിക്കുന്ന ദൈവമായ കർത്താവ് പഴയ നിയമത്തില് പ്രധാനമായിട്ടും എടുക്കുക എന്ന വാക്ക് ബഹാർ എന്ന ഹീബ്രു ഭാഷയിൽ പറയും. ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന 3 പേരോടാ. ദൈവം തെരഞ്ഞെടുക്കുന്നത് 3 പേരാ. 1 ദൈവത്തിന്റെ ജനം, 2 സ്ഥലം, കർത്താവിന് വേണ്ടിയിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലം, 3 രാജാക്കന്മാര്. അപ്പൊ നോക്കിയ, ദൈവം തെരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ജനത്തോട് മാത്രമേ ദൈവത്തിന് ഉടമ്പടിയുടെ ബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. പ്രധാനമായിട്ട് ഓർക്കണം കേട്ടോ. അവിടെയാണ് ദൈവമായ കർത്താവ് ഞാൻ നിന്റെ ദൈവവും നീ എന്റെ ജനവുമാണെന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട പ്രമേയം കടന്നു വരിക. മനസ്സിലാക്കിക്കോണം. ഒന്നുകൂടെ ഞാൻ പറയാം. ദൈവം തെരഞ്ഞെടുത്ത് തൻ്റെ സ്വന്തമാക്കിയ ഒരു ജനത്തോടാണ് ദൈവം തൻ്റെ ഉടമ്പടി കൽപ്പിക്കുക. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി മുന്നോട്ട് പോകാം, അല്ലേ? ഇനി ഇവർക്ക് ദൈവമായ കർത്താവ്
ഇവരോട് സ്നേഹവും ബന്ധവും പുലർത്തുന്നു എന്ന് മാത്രമല്ല, ഇവർക്ക് നന്മയിൽ ജീവിക്കാൻ, ദൈവകൃപയിൽ ജീവിക്കാൻ കർത്താവ് നിയമങ്ങളും കൊടുക്കുന്നുണ്ട്. ആ നിയമങ്ങള് എന്ന് പറയുന്നത് പിതാവായ ദൈവം അവരുടെ മധ്യേ നിന്നുകൊണ്ട് അവരോട് ചേർന്ന് വസിക്കുന്ന ഒരു ജനം. ഈ ജനത്തിന് മാത്രമേ ഒന്ന് നിയമങ്ങൾ കൊടുക്കാൻ പറ്റത്തുള്ളൂ, രണ്ട് ആ നിയമങ്ങളിലൂടെ ഉടമ്പടിയുടെ ബന്ധത്തിലേക്ക് വളരാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഒന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്നാമത്, ഉടമ്പടി എന്താണ്? ഞാൻ നിന്റെ ദൈവവും നീ എന്റെ ജനവുമാണ്. അല്ലെങ്കിൽ പിതാവായ ദൈവത്തെ അപ്പൻ എന്ന് കരുതുന്നതും നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന് മനസ്സിലാക്കുന്നതുമാണ് ഉടമ്പടി. രണ്ട്, ആരോടാണ് ഉടമ്പടി നടത്തുക? ദൈവത്തിന്റെ ജനത്തോടാണ് ഉടമ്പടി നടത്തുക. ദൈവത്തിന്റെ ജനത്തോടാണ് ഉടമ്പടി നടത്തുക. ഇനി നമ്മൾ ബൈബിൾ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഭാഗങ്ങളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നോഹയുടെ കാലഘട്ടത്തിന് ശേഷം അടുത്ത ഉടമ്പടി നടത്തപ്പെടുന്നത്, ഒരു ബന്ധം സ്ഥാപിക്കുന്നത് അബ്രാം എന്ന് പറയുന്ന വ്യക്തിയോടാണ്. ദൈവമായ കർത്താവ് അബ്രാമിനോടൊരു ബന്ധം സ്ഥാപിക്കുക. അബ്രാമിനോട് ദൈവമായ കർത്താവ് ബന്ധം സ്ഥാപിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്വമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാനും ശപിക്കും. നോക്കിക്കേ, ഒരു അനുഗ്രഹമാണ്, ഒരു കവനന്റ് കൊടുക്കുകയാണ്, ഒരു വാഗ്ദാനം കൊടുക്കുകയാണ് ദൈവമായ കർത്താവ് അബ്രാഹാമിലൂടെ ചെയ്തത്. 12-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങളില് നോക്കിക്കേ, ഇതിന് ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. എല്ലാ ഉടമ്പടിക്കും ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹയുടെ ഉടമ്പടിക്ക് ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അതാണ് ക്രിയേഷൻ എന്ന് പറയുക. ദൈവമായ കർത്താവ് ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയും. രണ്ടാമത്തെ അബ്രാഹാമിന്റെ ഉടമ്പടിക്ക് ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. ആ പ്രിപ്പറേഷനാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. അബ്രാഹാമിനോട് കൊടുക്കുന്ന ഉടമ്പടി ഇതാണ്: ഞാൻ നിന്നെ വലിയ ജനതയാക്കും. ഇതിനുള്ള ഒരു പ്രിപ്പറേഷനാണ് അബ്രാം തന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും വിട്ട് ദൈവം കാണിച്ചു തന്ന നാട്ടിലേക്ക് പോയി. കണ്ടോ? ഇതാണ് അബ്രാം നടത്തിയ പ്രിപ്പറേഷൻ. അബ്രാം തന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും വിട്ട് ദൈവം കാണിച്ചു തന്ന നാട്ടിലേക്ക് പോയി. ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. കർത്താവിന്റെ സ്വന്തം ജനമാകാൻ വേണ്ടി അബ്രാം നടത്തുന്ന യാത്രയാണ് അബ്രാമുമായിട്ടുള്ള ഉടമ്പടിയുടെ ബന്ധം. ഈ ഉടമ്പടി വീണ്ടും 15-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതേ ഉടമ്പടി കർത്താവ് നവീകരിക്കുന്നുണ്ട്. 15-ാമത്തെ അധ്യായം നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കണം കേട്ടോ. ഞാൻ പറയുന്ന അധ്യായങ്ങളും വാക്യങ്ങളും ഒക്കെ ഇരുന്ന് വായിക്കണം. സ്വരമൊക്കെ ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക് അല്ലേ? ക്ലിയർ ആണല്ലോ? ആർക്കെങ്കിലും ക്ലിയർ അല്ലെങ്കിൽ പറഞ്ഞേക്കണം. ഞാനൊരു കൊറോണ പേഷ്യന്റ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലിയർ അല്ല എങ്കിലൊന്ന് പറഞ്ഞേക്കണം. ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. ആർക്കെങ്കിലും എവിടെങ്കിലും ക്ലിയർ ആകുന്നില്ല എങ്കിൽ. കണ്ടു കഴിഞ്ഞാൽ കൊറോണക്കാരനെ പോലെ തോന്നുന്നില്ല, എന്നാലും കൊറോണ ഒക്കെ ഉണ്ട് അതിൻ്റെ അത് കേട്ടോ. ഓക്കെ ശരി, യെസ്. അപ്പോൾ നിങ്ങളെ ഉറങ്ങുന്നില്ല എന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, 1-2 പേരുടെ ഇതൊക്കെ വരുന്നുള്ളൂ, എന്നാലും ശ്രദ്ധിച്ചോണം കേട്ടോ. യെസ്, നമുക്ക് വീണ്ടും തുടങ്ങാം. വീണ്ടും അതിന്റെ ഓക്കെ, താങ്ക് യു. ഒരു സിസ്റ്റർ മാത്രം എഴുതി. യെസ് ഫാദർ, 3, 4 ഇങ്ങനെ ഓരോരുത്തരായിട്ട് എഴുതും. മതി 4 പേര് മതി. ബാക്കി 192 പേരുണ്ട്, അവരുടെ എല്ലാം കൂടെ വായിക്കാൻ പറ്റത്തില്ല. ഓക്കെ, യെസ്. നമുക്ക് വീണ്ടും ഇതിപ്പോ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. അബ്രാമിന്റെ പ്രിപ്പറേഷൻ. ദൈവത്തിന്റെ ജനമാകാൻ അബ്രാം പോകുന്നു. ഇനി ഈ അബ്രാമിന് കർത്താവ് ഈ ഉടമ്പടി നവീകരിക്കുക. അത് വളരെ മനോഹരമായിട്ടാണ് നവീകരിക്കുന്നത്. ഉടമ്പടിയുടെ മധ്യത്തിൽ ഉടമ്പടിയുടെ നവീകരണം എന്ന് പറയുന്നത് ഒരു സൈൻ കൊടുത്തുകൊണ്ടാണ്. ഉടമ്പടിയുടെ നവീകരണം
ഞാൻ നിന്നുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുന്നു, നീ എന്റേതാണ് എന്ന് പറയുമ്പോൾ ദൈവമായ കർത്താവ് ഒരു സൈൻ കൊടുക്കുന്നു. നോഹയുടെ മുമ്പില് ദൈവമായ കർത്താവ് ഉടമ്പടി ചെയ്യുക, ഞാനും നിന്റെ പുത്രന്മാരും ഈ വസ്തുക്കളും തമ്മില്, ഈ പക്ഷിമൃഗാദികളും തമ്മിൽ ഒരു ഉടമ്പടി സ്ഥാപിക്കാൻ പോവുക എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? ഇനിമേൽ, നോഹയോട് പറയുകയാണ്, ഇനിമേൽ ഒരു പ്രളയം വന്ന് ഞാൻ ഇതിനെ നശിപ്പിക്കുകയില്ല. അതിനുള്ള ഒരടയാളമായിരിക്കും. എന്താണ് അടയാളം എന്ന് പറയാമോ? ആർക്കെങ്കിലും പറയാമോ? എന്താ അടയാളം? എഴുതിയാ മതി. എന്താ അടയാളം? ഒരു മഴവില്ല്, അല്ലേ? ഒരടയാളമായിട്ട് നിൽക്കുക. ഇതൊക്കെ അടയാളങ്ങളാണ്. അപ്പൊ രണ്ടാമത് അബ്രാഹാമിനോട് പറയുക, ഞാൻ നിനക്കൊരു സൈൻ ചെയ്യാൻ പോവാ, നീ എന്റേതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിനക്കൊരു അടയാളം തരാൻ പോവാ, അത് നിന്റെ ഹൃദയത്തിൽ അത് സൂക്ഷിക്കുക. ആ അടയാളത്തിനാണ് പഴയ നിയമ പശ്ചാത്തലത്തില് പരിച്ഛേദനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക. ഉടമ്പടിയുടെ അടയാളമാണ് പരിച്ഛേദനം. പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ യഹൂദനും അവൻ ദൈവത്തിന്റെ സ്വന്തമാണ്. പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ യഹൂദനും ദൈവത്തിന്റെ സ്വന്തമാണ്, അവൻ ദൈവത്താൽ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലേക്ക്, പെട്ടെന്നൊരു പുതിയ നിയമത്തിലേക്ക് കിടക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ പരിച്ഛേദനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുക. പുതിയ നിയമത്തിൽ ഇതുപോലെ ഒരു പരിച്ഛേദനത്തെ കുറിച്ച് നടപടിയുടെ പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഗലാത്യക്കാർക്കുള്ള ലേഖനത്തിലും പൗലോസ് പറയുന്നുണ്ട്. നടപടിയുടെ പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ പരിച്ഛേദനത്തെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. ഒരു സുനഗദോസ് നടക്കുകയാണ്, ജെറൂസലേം സുനഗദോസ്. അതിൻ്റെ അകത്ത് പത്രോസുണ്ട്, യാക്കോബുണ്ട്, അതുപോലെ പൗലോസും. ഇവരും എല്ലാവരും 3 പേരും ഉണ്ട്, പല ആളുകളുണ്ട്. പ്രധാനപ്പെട്ട പ്രമേയം ഇതായിരുന്നു: വിജാതിരായിട്ടുള്ള ആളുകള് ക്രിസ്തുമതം സ്വീകരിക്കുമ്പോൾ, ഇടയ്ക്ക് വിട്ടുവിട്ടു പോകുന്നത് കേട്ടോ, ഞാൻ പറയാം, അത് നിങ്ങളുടെ അവിടുത്തെ നെറ്റിൻ്റെതാ, എന്റെ നെറ്റിന്റെ അല്ല. ഇവിടെ നെറ്റ് ക്ലിയറാ, നിങ്ങളുടെ നെറ്റിന് അത് ഇടയ്ക്ക് പനിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നെ എടുക്കാന്. ഓക്കെ, പോട്ടെ. ഓക്കെ, ഇവിടുത്തെ വലിയ ആൾക്കാരൊക്കെ ഉണ്ട്, അവര് പറഞ്ഞേക്കുന്ന ഇവിടുത്തെ പ്രശ്നമൊന്നുമല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ജെറൂസലേം കൗൺസിലില്, ജെറൂസലേം സിനോദോസിൽ പറയുകയാണ്, വിജാതിരായിട്ടുള്ള ആളുകള് ക്രിസ്തുമതം സ്വീകരിക്കുമ്പോൾ അവര് പരിച്ഛേദനം സ്വീകരിക്കണോ? യഹൂദരായിട്ടുള്ളവര് പരിച്ഛേദനം സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുമതം സ്വീകരിക്കുന്നു, ഒരു കുഴപ്പമില്ല. വിജാതിരായിട്ടുള്ള ആളുകള് പരിച്ഛേദനം സ്വീകരിക്കുമ്പോൾ ക്രിസ്തുമതം സ്വീകരിക്കണോ? അല്ല, ക്രിസ്തുമതം സ്വീകരിക്കുമ്പോൾ പരിച്ഛേദനം സ്വീകരിക്കണോ? ആ ചോദ്യത്തിന് പൗലോസൊക്കെ ഉത്തരം പറയുകയാണ്, പരിച്ഛേദനം സ്വീകരിക്കുക എന്നുള്ളതല്ല, അത് ശരീരത്തിലുള്ള പരിച്ഛേദനമല്ല, മറിച്ച് മിശിഹായിൽ പുതിയൊരു വ്യക്തിയായി രൂപപ്പെടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. നോക്കിക്കേ, മിശിഹായിൽ പുതിയ വ്യക്തിയായി രൂപപ്പെടുക. ഇനി നമുക്കൊന്ന് പഴയ നിയമത്തിലേക്കൊന്ന് കടന്നു വരാം. പഴയ നിയമത്തിൽ നമ്മൾ പ്രധാനമായിട്ടും കണ്ട ഒരു സംഗതി ഓർത്ത് നോക്കിക്കേ. പരിച്ഛേദനം എന്ന് പറയുന്നത് കവനന്റിന്റെ അല്ലെങ്കിൽ ഉടമ്പടിയുടെ ഒരു പ്രതീകമായിരുന്നെങ്കിൽ, ഈശോ എന്ന് പറയുന്ന വ്യക്തി പുതിയ നിയമത്തിൽ ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുടെ ബന്ധത്തിന്റെ വ്യക്തിയായിട്ട് മാറുകയാണ്. നമ്മളുടെ ബന്ധം നോക്കിക്കേ, പഴയ നിയമത്തിൽ ഒരു സിമ്പലായിരുന്നു, പരിച്ഛേദനം എന്ന് പറയുന്ന ഒരു സിമ്പലായിരുന്നെങ്കിൽ, ഈ പുതിയ നിയമത്തിൽ ഉടമ്പടിയുടെ പൂർണ്ണത എന്ന് പറയുന്നത് ഈശോയാകുന്ന വ്യക്തിയിലേക്ക്. അതുകൊണ്ട് പഴയ നിയമത്തിലെ ഉടമ്പടി എന്ന് പറയുന്ന ഒന്നാമതായിട്ടൊന്ന് ഇതിന് ചില അടയാളങ്ങളിലൂടെ തരുന്നു. റെയിൻബോ അതൊരടയാളമായിരുന്നു നോഹയുടെ കാലത്ത്. നമ്മുടെ അബ്രാഹാമിനാണെങ്കിൽ പരിച്ഛേദനത്തിലൂടെ അത് അടയാളമായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോഴാകട്ടെ ഈശോയാകുന്ന വ്യക്തിയിലൂടെ പിതാവിന്റെ അടുത്തേക്ക്, പിതാവുമായിട്ടുള്ള
ബന്ധത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പൊ നോക്കിക്കോണം, മൂന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം എന്താണ് ഉടമ്പടി? ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ ദൈവവും നീ എന്റെ ജനവുമായിരിക്കും. പിതാവായ ദൈവത്തെ പിതാവെന്ന് വിളിക്കുകയും പുത്രനായ മിശിഹ നമ്മളെ ഓരോരുത്തരും അവിടുത്തെ മക്കളാണെന്നുള്ള ആ അവകാശവുമായിട്ട് കൊടുക്കുന്നതാണ് ആ ഉടമ്പടി എന്ന് പറയുക. രണ്ടാമത്തെ കാര്യം, ഉടമ്പടി എന്ന് പറയുന്നത് അതിനൊരു പ്രിപ്പറേഷൻ ഉണ്ടാണ്. ദൈവം തന്റെ സ്വന്തം ജനത്തോടാണ്, ദൈവം തന്റെ പ്രിയപ്പെട്ടവനോടാണ് ഉടമ്പടി ചെയ്യുന്നത്. മൂന്നാമത്തേത് പോയിന്റാണ്, ഈ ഉടമ്പടിയുടെ സൈൻ എന്ന് പറയുന്നത്, അടയാളം എന്ന് പറയുന്നത്, പഴയ നിയമത്തിൽ അത് പരിച്ഛേദനമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ തന്നെയാണ് പിതാവിങ്കിലേക്കുള്ള അല്ലെങ്കിൽ പിതാവിന്റെ ബന്ധത്തിലേക്കുള്ള നമ്മളുടെ യാത്ര അല്ലെങ്കിൽ സുഗമമാക്കി. നമുക്കൊന്ന് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെബ്രായ ലേഖനം ഒന്ന് എടുത്ത്, എല്ലാവരും ഹെബ്രായ ലേഖനം എടുത്ത്, ഹെബ്രായ ലേഖനത്തിന്റെ 10-ാമത്തെ അധ്യായം എടുത്ത്, ബൈബിള് കാണണം കേട്ടോ. 10-ാമത്തെ അധ്യായം 19ഉം 20ഉം വാക്യങ്ങളിലേക്ക് പ്രവേശിക്കാം. എന്റെ സഹോദരരെ, യേശുവിന്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. ഇനി അടുത്ത കേട്ടോണേ. എന്തെന്നാൽ തന്റെ ശരീരമാകുന്ന വിധിയിലൂടെ, കണ്ടോ, തന്റെ ശരീരമാകുന്ന വിധിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നിരിക്കുന്നു. നവീനവും സജീവവുമായ ഒരു പാത തുറന്നിരിക്കുന്നു ഈശോയുടെ ശരീരമാകുന്ന വിധിയിലൂടെ. നോക്കിക്കേ, വളരെ മനോഹരമായിട്ടാണ് ഈശോ എന്ന വ്യക്തിയിലൂടെ ഉടമ്പടിയുടെ അടയാളമായിട്ട് നമ്മൾ കാണുക. കണ്ടോ? ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ കാണുക. ഇനി 4-ാമത്തെ പോയിന്റിലേക്ക് വരികയാണ്. 4-ാമത്തെ പോയിന്റ്, നമ്മൾ ഈ ഉടമ്പടി സ്വീകരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയിട്ടാ ഉടമ്പടി സ്വീകരിക്കുന്നത്? നമ്മളുടെ കുടുംബത്തില് നമുക്ക് വസ്തു ഉണ്ടെങ്കിൽ ആ വസ്തുവൊക്കെ നമുക്ക് അപ്പന് മക്കൾക്ക് വേണ്ടിയിട്ട് എഴുതി തരും. അങ്ങനെയാ സാധാരണ ഒക്കെ ചെയ്ത് മക്കൾക്ക് വേണ്ടി ഇഷ്ടദാനം കൊടുക്കും. എന്തിനാ ഇഷ്ടദാനം കൊടുക്കുന്നത്? എന്തിനായിരിക്കും ഇഷ്ടദാനം കൊടുക്കുന്നത്? ഇഷ്ടദാനം കൊടുക്കുന്നത് പ്രധാനമായിട്ടും അല്ലെ, ഈ ചോദ്യത്തിന്റെ ഇവരെല്ലാം മ്യൂട്ടാക്കി വെച്ചേക്കുന്നുണ്ട്. ചോദ്യം ചോദിക്കുന്നതും ഉത്തരം പറയുന്നതും ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ക്വിസ് മാസ്റ്റർക്കാണ് കൂടുതൽ മാർക്ക് കേട്ടോ. ചോദ്യം ചോദിക്കുന്നതും ഉത്തരം, ചോദ്യോത്തര വേള എന്ന് പറയുന്നത് എപ്പോഴാ? അത് ചോദ്യോത്തര വേള എപ്പോഴാ? ഏറ്റവും അവസാനം. കുഴപ്പമില്ല. അപ്പൊ നിങ്ങളിത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ, കാരണം ഫ്ലോ പോലെ കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നേക്കുന്നുള്ളൂ. ഇത് ഇപ്പൊ ഒന്നും തീരത്തൊന്നുമില്ല, കുറച്ച് സമയം എടുക്കും. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. വീട്ടിലെ അപ്പന് മക്കൾക്ക് ഇഷ്ടദാനം കൊടുക്കുന്നു, വസ്തു വീതിച്ചു കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? നീ ഇത് കൊണ്ടുപോയി അടിച്ചു പൊടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എന്റെ മുഴുവൻ വിറ്റ് നശിപ്പിച്ചുകൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. മറിച്ച് അവൻ ഇഷ്ടദാനം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? തന്റെ വസ്തു നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാ. നേരല്ലേ? നേരല്ലേ? നിങ്ങൾ കൈയും കാലും ഒക്കെ കാണിച്ചാൽ മതി കേട്ടോ. ഓക്കെ. ഇപ്പൊ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ആണല്ലോ, നേരാണല്ലോ. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉടമ്പടിയുടെ ബന്ധത്തില് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർത്തത്. എന്തിനാണ് ദൈവമായ കർത്താവ് ഉടമ്പടിയുടെ ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുപോരുന്നത്? ദൈവത്തിന്റെ സ്വന്തം സ്ഥലമായ വാഗ്ദാന ദേശത്ത് താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഉടമ്പടിയുടെ ബന്ധത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നത്. നോക്കിക്കേ, പഴയ നിയമത്തിൽ അതാ പറയുന്നത്.
ഞാൻ നിനക്ക് ദൈവവും നീ എനിക്ക് ജനവുമായിരിക്കും. കാരണം എന്നാ? ഞാൻ പറയുന്നതനുസരിച്ച് ദൈവിക നിയമങ്ങളും കൽപ്പനകളും ഒക്കെ അനുസരിച്ച് നീ ജീവിക്കുകയാണെങ്കിൽ ഇവിടെ നീ സ്വന്തമായിട്ട് ജീവിക്കും. നിയമാവർത്തന പുസ്തകത്തില് എപ്പോഴും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു വാക്യമാണ്. കർത്താവായ ദൈവം നിയമങ്ങളും അടയാളങ്ങളും കൽപ്പനകളും ഒക്കെ നമുക്ക് നൽകിയിരിക്കുന്നത് തന്റെ ജനത്തിന് നൽകിയിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ വാഗ്ദാന ദേശത്ത് സന്തോഷത്തോടും കൃപയോടും സമൃദ്ധിയോടും കൂടി ദൈവത്തിന്റെ ജനം ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഉടമ്പടിയുടെ ബന്ധം എന്ന് പറയുന്നത് വാഗ്ദാന ദേശത്ത് താമസിക്കാനുള്ള അനുവാദമാണ്, അവകാശമാണ്. അപ്പൻ മക്കൾക്ക് വസ്തു കൊടുക്കുമ്പോൾ ആ വസ്തു നഷ്ടപ്പെട്ടു പോകാതെ ആ അപ്പന്റെ സ്വന്തം സ്ഥലത്ത് ആ വസ്തു നിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന പോലെ, അത് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടി മക്കൾക്ക് കൊടുക്കുന്ന ദാനമാണ് ഇഷ്ടദാനമെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ കർത്താവായ ദൈവം നമ്മോട് ഉടമ്പടി ചെയ്തിരിക്കുന്നത്, പ്രത്യേകിച്ച് പഴയ നിയമ പശ്ചാത്തലം നോക്കിക്കഴിയുമ്പോൾ അത് ഉടമ്പടി ചെയ്തിരിക്കുന്നത് വാഗ്ദാന ദേശത്ത് സ്ഥിരമായിട്ട് നിൽക്കാനാണ്. അവിടുന്ന് ചാഞ്ചാട്ടമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. നമുക്കറിയാം അബ്രഹാമിന്റെ പുത്രന്റെ പേരെന്നാ? ഇസഹാക്ക്, അല്ലേ? ഇസഹാക്കിനെ കുറിച്ച് മനോഹരമായിട്ടുള്ള ഒരു ഭാഗം 26-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം അബ്രാഹത്തിന്റെ കാലത്ത് ഒരു ക്ഷാമം വന്നു, ഇസ്രായേലിൽ ഒരു ക്ഷാമം വന്നു. ആ ക്ഷാമം കാരണം അബ്രാഹാം എന്ത് ചെയ്തു? അബ്രാഹാം ഈജിപ്തിലേക്ക് പോയ ചരിത്രം നമുക്കറിയാം, നേരല്ലേ? എന്നാൽ ഇസഹാക്കിന്റെ കാലത്ത് നമുക്കൊന്ന് 26-ാമത്തെ അധ്യായം എടുത്തു നോക്കിക്കേ. 26-ാമത്തെ അധ്യായം 26 എടുത്തോ. 26-ാമത്തെ അധ്യായത്തില് കേട്ടോണേ, അബ്രാഹത്തിന്റെ കാലത്തുണ്ടായതിനു പുറമെ മറ്റൊരു ക്ഷാമം കൂടി ആ നാട്ടിലുണ്ടായി. കണ്ടോ? അബ്രാഹാമിന്റെ കാലത്ത് ഉണ്ടായ അതേ ക്ഷാമം പോലെ ഇസഹാക്കിന്റെ കാലത്തും ക്ഷാമം ഉണ്ടായി. അപ്പൊ ഇസഹാക്ക് ആരാണ്? ഇസഹാക്ക് അബ്രഹാമിന്റെ പുത്രൻ. വെറും പുത്രനാണോ? അല്ല. മനസ്സിലായിക്കണം, വെറും പുത്രനല്ല, വാഗ്ദാനത്തിന്റെ പുത്രനാണ് കേട്ടോ. വാഗ്ദാനത്തിലുള്ള അബ്രാഹാമിന് വേറൊരു പുത്രൻ ഉണ്ടായിരുന്നു. ആരായിരുന്നു? ഇഷ്മായേൽ, അല്ലേ? ഹാഗാർ എന്നുള്ള ഇഷ്മായേൽ. പക്ഷെ ഇഷ്മായേലിന്റെ ആ പുത്രത്വവും ഇസഹാക്കിന്റെ പുത്രത്വവും തമ്മിൽ വ്യത്യാസമുണ്ട്. പഴയ ഉൽപ്പത്തി പുസ്തകത്തിലും ഹെബ്രായ ലേഖനത്തിലും ഒക്കെ ഇഷ്മായേലിന്റെ പുത്രത്വത്തെയും ഇസഹാക്കിന്റെ പുത്രത്വത്തെയും കുറിച്ചൊക്കെ പറയുന്നുണ്ട്. 17-ാമത്തെ അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ ഇഷ്മായേലിനെ പരിച്ഛേദന ചെയ്തപ്പോൾ ദൈവമായ കർത്താവ് പറയുകയാണ്, ഇഷ്മായേലിനെ നീ പരിച്ഛേദന ചെയ്തു കൊടുക്കുക, പക്ഷേ അവനുമായിട്ടല്ല ഞാൻ ഉടമ്പടി നൽകിയിരിക്കുന്നത്, അവനെ ഞാൻ അനുഗ്രഹിക്കത്തേ ഉള്ളൂ. പക്ഷെ ഉടമ്പടിയുടെ ബന്ധം എന്ന് പറയുന്നത് അനുഗ്രഹത്തെക്കാൾ ഉപരിയാണ്. അനുഗ്രഹത്തെക്കാൾ ഉപരിയാണ് ഉടമ്പടിയുടെ ബന്ധം. പരിച്ഛേദനം സ്വീകരിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരു വ്യക്തി വാഗ്ദാന ദേശത്തിന് അവകാശിയാവുകയില്ല. മറിച്ച് അതിനേക്കാൾ ഉപരിയായ ഒരു ഉടമ്പടിയുടെ ബന്ധമുണ്ടാകണം. ഇഷ്മായേലിനെ അനുഗ്രഹിക്കുന്നു, എന്നാൽ ഇസഹാക്ക് എന്ന് പറയുന്ന വ്യക്തിയിലൂടെ, പരിച്ഛേദനം സ്വീകരിക്കുന്നതിലൂടെ അബ്രാഹാമിന്റെ പുത്രനായ, വാഗ്ദാനത്തിന്റെ പുത്രനായ ഇസഹാക്കിലൂടെ ഒരു പുതിയ ജനതയെ കൊടുക്കുന്നു. അവനോട് പറയുക, നീ വാഗ്ദാന ദേശത്തിന്റെ അവകാശിയായിട്ട് തീരും. ഉടമ്പടിയുടെ ബന്ധം സാറായിൽ പിറന്ന ഇസഹാക്കിലൂടെ കർത്താവ് കൊടുക്കുന്നതിലൂടെ പറയുകയാണ്, ഈ ഉടമ്പടിയുടെ ബന്ധത്തിന്റെ പൂർണ്ണതയിലേക്ക് ദൈവം അവനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇസഹാക്കിലൂടെ ഉടമ്പടിയുടെ ബന്ധം, ഈ ഇസഹാക്ക് എന്ന് പറയുന്ന വ്യക്തി
വാഗ്ദാന ദേശത്തിന്റെ അവകാശിയാണ്. ഏത് പ്രശ്നം വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും, ഏത് ബുദ്ധിമുട്ടുകൾ വന്നാലും ഒരിക്കലും ഈ അവകാശവാദം മാറുകയില്ല. അവൻ വാഗ്ദാന ദേശത്തിന്റെ അവകാശിയാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു ക്ഷാമം ഉണ്ടായതിനെ കുറിച്ചാണ് 26-ാമത്തെ അധ്യായം പറയുക. ഇസഹാക്ക് തുടങ്ങിയ വാക്യങ്ങളിൽ കാണാം. ഇസഹാക്ക് ഗരാറിൽ ഫിലിസ്ത്യരുടെ രാജാവായ അബിമലേക്കിന്റെ അടുത്തേക്ക് പോയി. കർത്താവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു. നോക്കിക്കേ, കർത്താവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു. ഇസഹാക്ക് ആരാണെന്ന് ഓർത്തോണം. വാഗ്ദാനത്തിന്റെ പുത്രനാണ്. അവനാണ് ഈ ദേശത്തിന് അവകാശം. വേറെ ഒരിടത്തും പോകാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരുത്തിനോട് ദൈവമായ കർത്താവ് പറയും, ഈജിപ്തിലേക്ക് നീ പോകരുത്. കണ്ടോ, 2-ാമത്തെ വാക്യം പറയുന്നത്, ഈജിപ്തിലേക്ക് നീ പോകരുത്, ഞാൻ പറയുന്ന നാട്ടിൽ നീ പാർക്കുക. ഈജിപ്തിലേക്ക് നീ പോകരുത്. ഞാൻ പറയുന്ന നാട്ടിൽ നിന്ന് അതിനെക്കാട്ടിലുപരിയായി ഹെബ്രായ ഭാഷയിൽ അത് വായിക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കുന്നത് എന്നാന്നറിയാമോ? നീ ഈജിപ്തിലേക്ക് പോകരുത്, മറിച്ച് നീ ഈ ദേശത്ത്, ഇസ്രായേൽ എന്ന് പറയുന്ന വാഗ്ദാനത്തിന്റെ ദേശത്ത് നിന്റെ ശക്കീന, നിന്റെ ദൈവത്തിന്റെ തണലിൽ നീ ജീവിക്കണം. ഇതാണ് ഉടമ്പടി സ്വീകരിച്ച ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട വലിയ മനോഭാവം. ഇപ്പൊ നോക്കിക്കേ, എന്താണ് ഉടമ്പടി സ്വീകരിച്ചിരിക്കുന്ന വ്യക്തിയുടെ മനോഭാവം? ഉടമ്പടി സ്വീകരിക്കുക എന്ന് പറയുന്ന വാഗ്ദാന ദേശത്തിന്റെ അവകാശിയാകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വേറെ ഒരിടത്തും പോകാൻ വേണ്ടിയിട്ടല്ല. ജീവിതം മുഴുവനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം ദാനമായി നൽകിയ ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള, ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും ജീവിക്കാനുള്ള ഒരു അവകാശം കിട്ടുകയാണ് ഉടമ്പടി സ്വീകരിച്ച വ്യക്തിയിലൂടെ. ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ഓർക്കേണ്ടത്. നോക്കിക്കേ, ഇനി ഈ പുതിയ നിയമത്തിലേക്ക് ഒന്ന് പ്രവേശിച്ചു നോക്കിക്കേ, ഇതേ ആശയം പിതാവായ ദൈവം നമുക്ക് വാഗ്ദാനം നൽകി. ഉടമ്പടിയുടെ ബന്ധം പുത്രനായ മിശിഹ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ പിതാവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി. കണ്ടോ, പിതാവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി. പുത്രനായ മിശിഹായിലൂടെ നമ്മൾ ആരാണ്? ദൈവത്തിന്റെ മക്കളുടെ ഗണത്തിലേക്ക് വിളിക്കപ്പെട്ടു. എന്തിനാ? ദൈവം നൽകുന്ന ദൈവരാജ്യത്തിന്റെ അവകാശികളായിട്ട് മാറാൻ. പഴയ നിയമം പുതിയ നിയമമുള്ള ബന്ധം നോക്കിയേ, ദൈവം നൽകുന്ന ദൈവരാജ്യത്തിന്റെ അവകാശികളായിട്ട് മാറാൻ പിതാവായ ദൈവത്തിന്റെ മക്കളായി ഈശോ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. ഇതാണ് ഉടമ്പടിയുടെ ബന്ധം. 4-ാമത്തെ പോയിന്റിലേക്ക് നമ്മൾ കഴിയും. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? 5-ാമത്തെ പോയിന്റിലേക്ക്, ബാക്കി 4 പോയിന്റ് ഞാൻ മറന്നുപോയി, നിങ്ങൾ ഓർത്തിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. ഇനി 5-ാമത്തെ പോയിന്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 3:10 ഇനി നമുക്കൊരു 10-15-20 മിനിറ്റ് അല്ലേ? ഓക്കെ. നമുക്ക് 5-ാമത്തെ പോയിന്റിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. 5-ാമത്തെ പോയിന്റ് വളരെ രസമാണ്. ഉടമ്പടി എങ്ങനെയാ രൂപീകരിക്കുക? പഴയ നിയമത്തിലെ ഉടമ്പടിയുടെ ബന്ധം എങ്ങനെയാണ്? അതിന്റെ പശ്ചാത്തലം എന്താണ്? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലേ? നമ്മൾ ഈ സിനിമയിലൊക്കെ കേൾക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നൊക്കെ പറഞ്ഞുള്ള മ്യൂസിക് പോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് ഇതിന് കേട്ടോ. അപ്പൊ ആ മ്യൂസിക് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഉടമ്പടിയുടെ ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലം എന്താണ്? എന്താ പശ്ചാത്തലം? ഉടമ്പടിക്ക് ഒരു പശ്ചാത്തലമുണ്ട്. അത് ഉടമ്പടിയായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഉടമ്പടിക്ക് ഒരു പശ്ചാത്തലം ഉണ്ടാവും. ആ പശ്ചാത്തലമാണ് ബലിയർപ്പണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഉടമ്പടിയുടെ പശ്ചാത്തലമായിട്ട് നിൽക്കുക ബലിയർപ്പണമാണ്. ഒരിക്കലും നമ്മൾ ബലിയർപ്പണത്തെ വേറൊരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം
നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട്. എന്തിനാ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വിശുദ്ധ കുർബാന? ഒരു കടത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഓക്കെ അല്ലേ? പക്ഷേ വിശുദ്ധ കുർബാനയുടെ അർപ്പണം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നു എന്നുള്ളതിന്റെ, കാരണം ദൈവത്തെ ആരാധിക്കുന്നത് എപ്പോഴാ? ഞാൻ ദൈവത്തിന്റെ സ്വന്തമാണെന്നുള്ള ചിന്ത വരുമ്പോഴാണ് ദൈവത്തെ ആരാധിക്കുക. അപ്പൊ ഉടമ്പടിയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ബലിയർപ്പണം. പഴയ നിയമത്തിൽ മനോഹരമായ ഈ ചിന്ത നമുക്ക് കാണാൻ സാധിക്കും. ഒന്നുകൂടെ പറയാം, നോഹയുടെ അടുത്തേക്ക് നമുക്ക് പോകാം. നോഹയ്ക്ക് എപ്പോഴാ ഉടമ്പടി കിട്ടിയത്? നമുക്കറിയാം, 8-ാമത്തെ അധ്യായത്തിന്റെ സമാപനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു നോഹ ഒരു ബലിപീഠം പണിതു. ആ ബലിപീഠത്തിൽ ദൈവമായ കർത്താവിന് ഒരു ബലിയർപ്പിച്ചു. എന്നിട്ട് കേട്ടോണേ, ആ ബലിയർപ്പിച്ച് മാത്രമല്ല, ആ ബലിവസ്തുക്കളുടെ സുഗന്ധം, നല്ല പെർഫ്യൂം ഒക്കെ ഇട്ടുകൊണ്ടാണ് ആള് ബലിയർപ്പിച്ചെന്ന് തോന്നുന്നു. ആ ബലിവസ്തുക്കളുടെ സുഗന്ധം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തി. അത് എത്തിക്കഴിഞ്ഞ് അത് നല്ല മണത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് കർത്താവ് പറഞ്ഞത് എന്നതാ, ഞാനും നീയും തമ്മിലുള്ള ഉടമ്പടി പൂർത്തീകരിച്ചിരിക്കുന്നു. കണ്ടോ? ഒരു ബലിയർപ്പണത്തിന്റെ പശ്ചാത്തലമാണ് ഉടമ്പടിയുടെ ബന്ധം. 2, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ കാണുന്നു, അബ്രാഹാം കർത്താവ് പറയുകയാണ്, ഞാനും നീയും തമ്മിലുള്ള ഉടമ്പടി നടത്താൻ പോവുക. ആയിക്കോട്ടെ, കർത്താവെ നീ എന്നെ പറ്റിച്ചേക്കരുത്. വീണ്ടും കർത്താവിനോട് അബ്രാഹാം പറയുക, കർത്താവെ പറ്റിച്ചേക്കരുത്. എങ്ങനെ അവരന്ന് ഇത്രയും നേരം പറഞ്ഞിട്ട് എനിക്ക് ഒരു തുണ്ടുപോലും ഭൂമി കിട്ടിയില്ല, മക്കളെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് വീണ്ടും പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ നോക്കുന്നത്? അല്ലല്ലല്ല, നീ രാവിലെ ഒരു ബലിയർപ്പിക്കുക. അബ്രാഹാം അതിരാവിലെ എഴുന്നേറ്റ് ഒരു മൃഗത്തെ 2ആയിട്ട് കീറി 2ആയിട്ട് വെട്ടി മുറിച്ച് ഒരു ബലിയർപ്പണത്തിന്റെ ഭാവത്തിലേക്ക് കൊണ്ടുവന്നു, ഒരു ബലിപീഠത്തിലേക്ക് വെച്ചു. ഇനി ഈ ബലിവസ്തു എങ്ങനെയാണ് ദഹിപ്പിക്കുക? സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ ബലിവസ്തു ദഹിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അബ്രാഹാം, ഞാൻ പറയുന്നതല്ല, 15-ാമത്തെ അധ്യായത്തിലുള്ളതാ കേട്ടോ, വിചാരിച്ചത് ഞാനിങ്ങനെ അഡീഷണൽ ആയിട്ട് ചേർക്കുന്നതാണെന്ന് കേട്ടോ. അതെല്ലാം 15-ാമത്തെ അധ്യായത്തിലുള്ളതാ, വായിക്കുമ്പോൾ മനസ്സിലായിക്കോളൂ. ഓക്കെ, ഞാൻ പിന്നെ ഇച്ചിരി ഉപ്പുമുളകൊക്കെ ഇട്ടൊക്കെ പറയുന്നതേ ഉള്ളൂ കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പോ ഇത് ഈ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വരണം, എങ്കിൽ മാത്രമേ ബലിവസ്തു ദഹിപ്പിക്കപ്പെടുകയുള്ളൂ. അതിരാവിലെ ഈ മനുഷ്യൻ എഴുന്നേറ്റിരിക്കുക. എന്നിട്ട് ഈ ബലിവസ്തുവിനെ 2ആയിട്ട് പിളർന്ന് ബലിപീഠത്തിൽ വെച്ചിട്ട് നോക്കിയിരിക്കുക, എപ്പോഴാണ് അഗ്നി ഇറങ്ങുന്നത്. ഈച്ച വരുന്നുണ്ട്, പാറ്റ വരുന്നുണ്ട്, പല്ലിയൊക്കെ വരുന്നുണ്ട്, എല്ലാറ്റിനെയും ഓടിച്ചു വിടുന്നുണ്ട്. അവസാനം വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും കർത്താവ് കടന്നു പോകുന്നതായിട്ട് അബ്രാഹാം മനസ്സിലാക്കുക. നോക്കിക്കേ, എന്നിട്ട് പറയുക, ഞാനും നീയും തമ്മിലുള്ള ഒരു ബലി, ആ ഒരു ഉടമ്പടി നവീകരിക്കപ്പെടുകയാൻ പോവുകയാണ്. നോക്കി, 2ാമത്തെ പശ്ചാത്തലം നോക്കിയേ. എല്ലാ ഭാഗങ്ങളിലും, എല്ലാ ഉടമ്പടിയുടെ എല്ലാ ബന്ധങ്ങളിലും ഒരു സാക്രിഫൈസ് അല്ലെങ്കിൽ ഒരു ബലിയർപ്പണത്തിന് പശ്ചാത്തലമുണ്ട്. യാക്കോബ് ഹാരാൻ എന്ന് പറയുന്ന ദേശത്ത് നിന്ന് തിരിച്ചു വരുന്നു. ഹാരാനിലേക്ക് പോകുമ്പോൾ 28-ാമത്തെ അധ്യായത്തിലാണ്, ഉൽപ്പത്തി 28-ാമത്തെ അധ്യായത്തിൽ ബഥേൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അബ്രാഹാം ഒരു ഗോവണി കണ്ടു. നമുക്കറിയാം ഗോവണി അല്ലേ? അവിടെ സ്വർഗത്തിലേക്ക് പോകുന്നതും ഇറങ്ങി വരുന്നതുമായ മാലാഖമാർ സഞ്ചരിക്കുന്ന ഗോവണി. ആ ഗോവണി കണ്ടപ്പോഴത്തേന് ഈ മനുഷ്യൻ എന്ത് ചെയ്തു? അവിടെ ഒരു കല്ലൊക്കെ ഉണ്ടാക്കി ആ കല്ലൊക്കെ വെച്ചിട്ട് പറഞ്ഞു, ദേ ഞാനൊരു യാത്രയ്ക്ക് പോവാ, ഹാരാൻ വരെ പോവാ, ഞാൻ നീ എന്നെ ഇവിടെ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ ഒരു ബലിപീഠം പണിയാം. ഓക്കെ, അങ്ങനെ ബലിവസ്തു, അങ്ങനെ ഈ മനുഷ്യൻ തിരികെ വാഗ്ദാന ദേശത്ത് ഹാരാനിൽ നിന്ന് തിരികെ ഇങ്ങോട്ടേക്ക് വരുന്ന രംഗം. മക്കളൊക്കെ ഉണ്ട്, ലയ ഉണ്ട്, ഭാര്യയായ ലയ ഉണ്ട്, അതുപോലെ തന്നെ റാഹേലുണ്ട്, അതുപോലെ തന്നെ ഉപനാരികളായ ബീലായുണ്ട്, സിൽഫായുണ്ട്, ബാക്കി 10-12 മക്കളൊക്കെ ഉണ്ട്. എല്ലാവരുമായിട്ട് ആടുമാടുകളായിട്ടൊക്കെ വന്ന് ബഥേൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ മനുഷ്യൻ
ഒരു ഉടമ്പടിയുടെ ബന്ധം, ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുടെ ബന്ധം സ്ഥാപിക്കുക. മക്കളോടും ഭാര്യമാരോടും ഒക്കെ പറയുക, ഇങ്ങ് വന്ന എല്ലാവരും അടുത്ത് വരിക, ഇപ്പൊ നമ്മൾ ബലി അർപ്പിക്കാൻ പോവുകയാണ്, ദൈവവുമായിട്ട് നമ്മൾ ഉടമ്പടി സ്ഥാപിക്കാൻ പോവുകയാണ്. കേട്ടോണം, നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ വിഗ്രഹങ്ങളും, നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന എല്ലാ വിഗ്രഹങ്ങളും ഈ ബലിവസ്തുവിലേക്ക്, ഈ തീയിലേക്ക് ഇട്ട് നശിപ്പിക്കുക. ദൈവമാണ് നിങ്ങളുടെ രാജാവ്. നോക്കിക്കേ, ഇതാണ് ബലിയർപ്പണത്തിന്റെ പ്രാധാന്യം. ഉടമ്പടിയുടെ ബന്ധം ബലിയർപ്പണത്തിന്റെ ബന്ധമാണ്. ഉടമ്പടിയുടെ ബന്ധം, അതിന്റെ പശ്ചാത്തലം മുഴുവൻ ദൈവമായ കർത്താവ് ഇസ്രായേൽക്കാരെ പുറപ്പാടിന്റെ അനുഭവത്തിലൂടെ യാത്ര കൊണ്ടുപോവുകയാണ്. അവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഒരു ബലിയർപ്പണമുണ്ട്. നോക്കിക്കോണം, ഈജിപ്തിന്റെ അടിമത്തത്തിൽ വെച്ച് ഇസ്രായേൽക്കാര് രക്ഷിക്കുന്ന കർത്താവ് ഈജിപ്തിലേക്ക് 10 ബാധകളെ അയച്ച് ദൈവമായ കർത്താവാണ് നേതാവെന്നും രാജാവെന്നും ദൈവമെന്നും ഇസ്രായേൽ ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന കർത്താവ് ഒരു ബലിയർപ്പണത്തിലൂടെ ഉടമ്പടിയുടെ ബന്ധത്തിലേക്ക് കടക്കുകയാണ്. അതാണ് പെസഹ. കണ്ടോ, പെസഹ എന്ന് പറയുന്നത് ഈ ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുടെ ബന്ധത്തിൽ അത് പൂർത്തീകരിക്കപ്പെടുന്ന അവസ്ഥയാണ്. ഞാൻ നിന്റെ ദൈവമാണ്, നീ എൻ്റെ ജനമാണ്, അതിനാൽ നിന്റെ ദൈവത്തിന് കൊടുക്കുന്ന ഒരു ബലിയർപ്പണമാണ് പെസഹ. ഞാനാണ് നിന്നെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്രായേൽക്കാർ തിരികെ വാഗ്ദാന ദേശത്തേക്ക് പോകുമ്പോൾ അവര് ദൈവവുമായിട്ട് നടത്തുന്ന ഉടമ്പടിയുടെ ഒരു പ്രതീകമായിട്ടാണ് പെസഹ ആചരിക്കുക. ഇനി രണ്ടാമത് കേട്ടോണം, ശ്രദ്ധിച്ചോണേ. നിങ്ങളെ ആരെയും കാണാത്തതുകൊണ്ട് എനിക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല, എന്നാലും ഒന്ന് ശ്രദ്ധിച്ചോണം. ചിലരൊക്കെ കോട്ടുവാക്ക് ഇടുന്നതിന്റെ സ്വരം കേൾക്കാറുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഇച്ചിരി കട്ടൻ കാപ്പി ഒക്കെ ഒന്ന് കുടിക്കുന്നതല്ല, സ്വരം കേൾക്കാം കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുക. രണ്ടാമത്, ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനം സീനാമലയുടെ അടിവാരത്തിൽ നിൽക്കുന്ന സമയത്ത്, സീനാമലയുടെ അടിവാരത്തിൽ അവർ നിൽക്കുമ്പോഴാണ് മോശ ഇസ്രായേൽക്കാർക്ക് എന്ത് കൊടുക്കുന്നത്? 10 കൽപ്പനകൾ കൊടുക്കുക. 10 കൽപ്പനകളുടെ പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദു എന്താണ്? ഉടമ്പടിയാണ്. ഒന്നാമത്തെ കൽപ്പന എന്നാ പറയുന്നത്? I am the Lord your God, അല്ലെ? ഞാനാണ് നിങ്ങളുടെ ദൈവം. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് നിന്നെ രക്ഷിച്ച നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകാൻ പാടില്ല. ഉണ്ടോ? ഒറ്റ ദൈവം ഉണ്ടാകാൻ പാടില്ല, ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഈ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടും കൂടി നീ സ്നേഹിക്കണം. ഇത് ഉടമ്പടിയുടെ ബന്ധമാണ്. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. അതിന്റെ ആ സ്നേഹത്തിന്റെ പ്രകടനമാണ് സംഖ്യയുടെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന പെസഹ. മനസ്സിലായോ? ഇസ്രായേൽ ജനം പെസഹ ആഘോഷിക്കുന്നതിന്റെ പിന്നിലുള്ള സത്യത ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കുന്ന, അത് എക്സ്പ്രസ് ചെയ്യുന്ന അനുഭവമാണ് പെസഹ. 3, ദൈവമായ കർത്താവ് വാഗ്ദാന ദേശത്തേക്ക് എന്നെ പ്രവേശിപ്പിച്ചു. കാരണം ദൈവമായ കർത്താവുമായിട്ടുള്ള ഉടമ്പടിയുടെ ബന്ധം ഞാൻ പൂർണ്ണമാകുന്നത് ഞാൻ എന്ന് വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കുന്നുവോ അന്നാണ്. ഇസ്രായേലിന്റെ യാത്രയുടെ ഓരോ ഘട്ടങ്ങളും എടുത്ത് നോക്കിക്കേ. ഓരോ യാത്രകളിലും ഇസ്രായേൽ ജനം വാഗ്ദാന ദേശത്തെ ലക്ഷ്യമാക്കി തുടർന്നു. ആ ലക്ഷ്യം അതിന്റെ പൂർണ്ണതയിലെത്തുന്നത് വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ്.
അപ്പോൾ വാഗ്ദാന ദേശത്തേക്ക് ഇസ്രായേൽക്കാർ പ്രവേശിക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ദേ നോക്കിക്കേ, ജോഷുവയുടെ പുസ്തകം 5-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം, അവർ പെസഹ ആചരിച്ചു. നോക്കിക്കേ, എന്താണ് ഈ ഉടമ്പടിയുടെ ബന്ധം എന്ന് പറയുന്നത്? അതിന്റെ പശ്ചാത്തലമായിട്ട് നിൽക്കുന്നത് അതൊരു ബലിയർപ്പണമാണ്. ഇനി ഈശോയുടെ ജീവിതം എടുത്ത് നോക്കിക്കേ. നമ്മുടെ കർത്താവ് യേശുമിശിഹാ എന്താ ചെയ്തത്? ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹാ തിരുനാളിന് മുമ്പേ കർത്താവ് അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ ജനത്തെ, ശിഷ്യന്മാരെയും ശിഷ്യന്മാരോടുള്ള സഭയെ മുഴുവനെയും പിതാവിന്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി പുറപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹാ സ്വയം ബലിയായി സമർപ്പിച്ച് ഒരു അർപ്പണം നടത്തി ഉടമ്പടിയുടെ ബന്ധം പൂർത്തീകരിക്കുന്നു. അതാണ് അവിടുത്തെ പെസഹ. അപ്പൊ ഉടമ്പടി എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല, ഇച്ചിരി ഉമ്മിണിക്കാര്യം വലിയ കാര്യമാണ്. അതുകൊണ്ട് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു ബലിയർപ്പണത്തിന് മനോഭാവം. നമ്മുടെ വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകളൊക്കെ ഒന്ന് നോക്കിക്കേ. ഓരോ പ്രാർത്ഥനകളിലൂടെയും പോകുമ്പോഴത്തേക്കിനും അല്ലെ, ഞങ്ങളുടെ കർത്താവായ ദൈവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ കഴിയാത്തതുമായ സകല സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഉണ്ടോ? കാരണം ഈ സഭയിലേക്ക് എന്നെ കൊണ്ടുവന്നത്, ഉടമ്പടിയുടെ ബന്ധത്തിലേക്ക് കൊണ്ടുവന്നത് എല്ലാ അനുഗ്രഹങ്ങളും 94-ാമത്തെ സങ്കീർത്തനം വായിച്ച് 98-ാമത്തെ സങ്കീർത്തനം നമ്മൾ വായിച്ചല്ലോ. എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന് കൊടുക്കുമ്പോഴാണ് ബലിയർപ്പണം അതിന്റെ പൂർണ്ണത വരിക. അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാന അർപ്പണത്തിലേക്ക് നമ്മൾ പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത്, വിശുദ്ധ കുർബാന അർപ്പണം എന്ന് പറയുന്നത് അത് ഞാനും ദൈവവും തമ്മിലുള്ള ഉടമ്പടിയുടെ ഫലമായിട്ടാണ് കാണുന്നത്. അതിന്റെ പൂർണ്ണതയാണ്. അല്ലാതെ ഒരു വിശുദ്ധ കുർബാന അർപ്പണം നമുക്കില്ല. ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ സ്ഥാപിക്കുക. അതുകൊണ്ടാണ് നമ്മൾക്ക് പുരോഹിതന്റെ റോള് മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുക. പുരോഹിതൻ ആരാണ് എന്നതിനെ കുറിച്ച് പഴയ നിയമത്തില് മനോഹരമായ ഒരു ദർശനമുണ്ട്. നോക്കിക്കേ, നിങ്ങൾ ഓർത്ത് നോക്കിയേ, നമ്മുടെ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പുരോഹിതൻ അല്ലെ, അൾത്താര അഭിമുഖമായിട്ട് നിന്നുകൊണ്ട് കൈകൾ ഉയർത്തി ദൈവജനത്തിന്റെ പ്രാർത്ഥനകളെ സ്വീകരിച്ച് ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ എന്ന് പാടി കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു വൈദികൻ ആരുടെ പ്രതീകമാണ്? അത് മോശയുടെ പ്രതീകമാ. മോശയുടെ പ്രതീകം, ജോഷുവയുടെ പ്രതീകം, പഴയ നിയമത്തിലെ മോശയുടെ പ്രതീകം, ജോഷുവയുടെ പ്രതീകം, ജോസ്യ രാജാക്കന്മാരുടെ പ്രതീകം, ഈശോയുടെ പ്രതീകം. എന്നെ ഈ ചെയ്യുന്നത് പുരോഹിതൻ ബലിയർപ്പണത്തെ ചെയ്യുന്നത് എന്താ? അവൻ കവനന്റെ ഉടമ്പടി നവീകരിക്കുക ചെയ്യുന്നു. മോശ ഇസ്രായേൽക്കാരോട്, ഇനി എത്ര മിനിറ്റ് ഉണ്ട് മോനെ? 5 മിനിറ്റ് കൂടെ ഉള്ളൂ. അതിന് മുമ്പ് പറഞ്ഞത് കേട്ടോ. കാരണം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ തണുപ്പ് കൂടുതല, അതുകൊണ്ട് ബുദ്ധിമുട്ടാ. ഓക്കെ, യെസ്. നമുക്ക് മോശയുടെ ഈ പുരോഹിതന്റെ റോൾ എന്ന് പറയുന്നത് കൈകൾ ഉയർത്തി പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ കർത്താവ് ജനത്തിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ മോശയുടെ റോള് അഭിനയിക്കുക. മോശ എന്താ ചെയ്തത്? മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വന്നപ്പോഴത്തേക്ക് നോക്കിക്കേ, എന്താ കാണുന്നത്? 10 കൽപ്പനകളും പിടിച്ചുകൊണ്ട് വരിക. താഴേക്ക് വന്നപ്പോൾ ഈ ഇസ്രായേൽക്കാർ പാപം ചെയ്തു, അഹറോനും കൂട്ടരും പാപം ചെയ്തു, ഇത് തച്ചുടച്ചു. അല്ലേ? നിയമാവർത്തന പുസ്തകത്തിൽ വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 8-ാമത്തെ അധ്യായത്തിൽ വീണ്ടും പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക മോശ. എന്നിട്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്തു? 40 രാവും 40 പകലും മലയുടെ മുകളിൽ പോയി കൈകൾ ഉയർത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.
ഉടമ്പടി നവീകരിക്കുക. കണ്ടോ, ഉടമ്പടിയുടെ നവീകരണമാണ്, കവനന്റ് റിന്യൂവർ ആയിട്ട് മാറുകയാണ് മോശ ചെയ്യുന്നത്. ഉടമ്പടിയുടെ നവീകരണമായിട്ടാണ് മോശ ഇവിടെ നടത്തുക. ജോഷുവയുടെ പുസ്തകത്തില് 7-8 അധ്യായങ്ങൾ, വീട്ടിൽ സമയം കിട്ടുമ്പോ ഒക്കെ വായിക്കണം കേട്ടോ. 7-8 അധ്യായങ്ങൾ. ഈ 7-8 അധ്യായങ്ങളുടെ മനോഹരമായ ഒരു സംഭവം നടക്കുന്ന ഐ എന്ന് പറയുന്ന പട്ടണം, അയ്യല്ല ഐ എന്ന് പറയുന്ന പട്ടണം പിടിച്ചെടുക്കുന്ന ജോഷുവയാണ്. ആദ്യത്തെ യുദ്ധം പോയപ്പോഴത്തേക്കും ഇസ്രായേൽക്കാരെല്ലാം കൊല്ലപ്പെട്ടു. രണ്ടാമത് ആ കൊല്ലപ്പെട്ടപ്പോഴത്തേക്കും ജോഷുവ ആപ്പാടെ പരിഭ്രാന്തനായി. ആദ്യത്തെ അറ്റാക്കാണ്. അപ്പം ആരെങ്കിലും മോശമല്ലേ, തോറ്റു പിന്മാറി കഴിഞ്ഞാൽ മോശമല്ലേ എന്ന് ഓർത്തോണ്ട് ജോഷുവ കുമ്പിട്ട് നിന്ന്, കർത്താവെ എന്നാ പറ്റി, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഉടനെ കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ ഒരുത്തൻ പാപം ചെയ്തു. ആഖാൻ എന്ന് പറയുന്ന വ്യക്തിയെ പിടിച്ചു. അവന്റെ കയ്യിൽ സ്വർണവും വെള്ളിയും ഒക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു പോക്കറ്റ് ഇട്ടിരിക്കുക. അവനെ പിടിച്ച് അവന്റെ ദേശത്ത് നിന്ന് അവനെ അപ്രത്യക്ഷനാക്കി. എന്നിട്ട് ഈ മനുഷ്യനൊരു കാര്യം ചെയ്യുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം 30-31 വാക്യങ്ങള് മനോഹരമായ ഒരു കാര്യമാണ്. രണ്ടാമത്തെ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ ജനങ്ങളോട് പറയുന്നതേ, നിങ്ങളൊക്കെ വിശുദ്ധീകരിക്കുക, ഈ പാപത്തിന് ദൈവമായ കർത്താവ്, ഈ പാപത്തിന് ദൈവമായ കർത്താവിന്റെ മുമ്പിൽ നീ പാപത്തിന് മനസ്താപത്തോടുകൂടി ദൈവസന്നിധി നിൽക്കണം. എന്നിട്ട് പറയണം, ദേണ്ട നോക്കിക്കേ, ഞാൻ ഈ പാപം മൂലം ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ആ ബന്ധത്തെ പുനർജീവിപ്പിക്കാൻ വേണ്ടി, പുനരുദ്ധരിക്കാൻ വേണ്ടി ജോഷുവ അവിടെ ഒരു ബലിപീഠം പണിതു. ജോഷുവയുടെ റോളാണ് പുരോഹിതന്റെ റോള്. പാപം ചെയ്ത ദൈവജനം ദൈവമേ ഭാവിയായി എന്ന് കനിയണമേ എന്ന് പറയുമ്പോൾ അവന്റെ വികാരങ്ങളോട് ചേർത്ത് പുരോഹിതൻ ചെയ്ത് സമർപ്പിക്കുന്ന അർപ്പണ ഉടമ്പടിയുടെ നവീകരണമാണ് പുരോഹിതനോട് നടത്തുക. മൂന്നാമത് നമ്മൾ കാണുന്നത് ഈശോ എന്ന് പറയുന്ന വ്യക്തിയിലൂടെയാണ്, അല്ലേ? ലോകത്തിന്റെ സകല, യെശയ്യായുടെ പുസ്തകം 53-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, അവൻ നമ്മുടെ പാപങ്ങളാണ് വഹിച്ചത്, നമ്മുടെ രോഗങ്ങളാണ് അവിടുന്ന് ഏറ്റെടുത്തത്. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവിടുന്ന് എല്ലാം സഹിച്ചു. അങ്ങനെ സഹിച്ച കർത്താവ് ലോകത്തിന്റെ പാപത്തിന് വേണ്ടി, ദൈവവുമായിട്ടുള്ള ബന്ധത്തെ നവീകരിക്കാൻ വേണ്ടി നടത്തുന്ന രംഗമാണ് ഈശോയുടെ ബലിയർപ്പണം. ഉണ്ടോ? ഇതാണ് കർത്താവിന്റെ ഉടമ്പടിയുടെ നവീകരണമാണ് ഈ ബലിയർപ്പണത്തിലൂടെ കാണുക.